ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ വിശേഷം സുഖല്ലേ? എന്നിട്ട് രാത്രി ടൈമായിട്ടോ, വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നേരെ വൈകി. അപ്പോൾ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മക്കളൊക്കെ ഉറങ്ങി. പിന്നെ അന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വേറൊന്നുമില്ല, ഞാൻ എന്താ പറയുക, നമുക്ക് കുറേ എന്താ പറയുക, നമ്മളതിൽ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്പറിൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നമ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്കിഷ്ടം പോലെ കോള് വരുന്നുണ്ടെന്നൊക്കെ അതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പിന്നെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് എൻ്റെ വീഡിയോ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, താരനും മുടി കൊഴിച്ചിലൊക്കെ മാറാനുള്ള ഹെയർ ഓയിലാണെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഇത് വീഡിയോ ഇടുമ്പോഴും ഞാൻ പറയുന്നുണ്ട് സംഗതി ഇതാണെന്ന് കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയുക, ഇതിങ്ങനെയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് ഞരമ്പ് രോഗികളുണ്ട്. അതായത് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടത് ഇന്നതിനുള്ളതാണ്, ഈ എന്താ പറയുക, എന്തിനും ഉപയോഗിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞാലും ഈ കൃമികടിയുള്ള ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് എന്താ പറയുക, മനസ്സിലാവുന്നില്ല എന്തിനാണ് സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഓർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ട് ഈ കൃമികടിയുള്ള ആൾക്കാർ ഇതൊന്ന് കേൾക്കണം. ഈ ഹെയർ ഓയിൽ എന്ന് പറയുന്ന സാധനം എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തേക്കാനുള്ളതല്ല. അത് നമ്മൾ ഹെയർ എന്ന് പറയുമ്പം തലയ്ക്ക് മുടിക്ക് തേക്കാനുള്ളതാണല്ലോ, അതിനാണല്ലോ ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ തേക്കാനുള്ള സാധനമാണ്. പിന്നെ അവിടെയാണ് നമുക്ക് താരനും മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതും. അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്, മുടി വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുടിക്ക് എന്താ പറയുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു ഇത് കൊടുത്തത് കേട്ടോ. പക്ഷേങ്കിൽ ഇതൊന്നും മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാഷയിൽ നമുക്ക് ഫോൺ ചെയ്തിട്ട് ഇത് എവിടെ തേക്കാനുള്ളതാണ്, അത് അവിടെ തേച്ചാൽ ഇത് അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ കോൾ ചെയ്യുന്ന കുറച്ച് ഉൾപ്പില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെ പറയാം, ഉൾപ്പില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആദ്യം നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് ചോദിക്കണം. നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർ, ഉമ്മയും ചെറുപ്പം മുതലേ നമുക്ക് ഉമ്മമാരാണല്ലോ നമുക്ക് തലയിൽ എണ്ണ തേച്ച് തരുന്നതും ഇതാക്കി തരുന്നതൊക്കെ. അപ്പോൾ ഈ തലയിൽ തേക്കുന്ന എണ്ണ അവിടെ തേക്കാനാണോ ഉണ്ടാക്കണതെന്ന് ആദ്യം ഒന്ന് വീട്ടിൽ പോയി ചോദിക്കണം. കാരണം എന്താ വെച്ചാൽ, ഒരു ഫോണിലേക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കാം, ഇത് ആടെ തേച്ചാൽ അങ്ങനെ ആവുമോ, പിന്നെ ആടെ ഇതാക്കിയാൽ ഇതിങ്ങനെ നീണ്ട് കിട്ടുമോ? നീണ്ട് കിട്ടും, പക്ഷേ അത് ആടെ തേക്കുന്നതല്ല നീണ്ട് കിട്ടുക. അവനവൻ്റെ തലയിൽ തേച്ചാൽ മുടി നീണ്ട് കിട്ടും. പിന്നെ അവിടെ തേച്ചിങ്ങനെ നീണ്ട് കിട്ടുമല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നാലേ മനസ്സിലാവുള്ളൂ അവിടെ തേച്ചാൽ നീണ്ട് കിട്ടുമോ, അല്ലെങ്കിൽ നീളം കൂടി കിട്ടുമോ കുറഞ്ഞ് കിട്ടുമോ എന്നൊക്കെ. എന്തൊക്കെ ഒരു ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത്, മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഒരു ഫോൺ എടുത്തിട്ട് നമ്മളിത് കേൾക്കണ്ടേ? അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് പറയാൻ പറ്റിയ കാര്യങ്ങളതൊക്കെ വേറെ ആരെങ്കിലും കേട്ടാൽ എന്താ വിചാരിക്കുക? ഒരിച്ചിരി മാനേഴ്സ് ഇല്ലാത്ത വർത്താനല്ലേ പറയുന്നത്. കുറച്ചൊക്കെ ഒന്ന് ഡീസൻ്റ് ആയിക്കൂടെ? ഒരാളെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിലും അത് ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ കുറച്ച് ഡീസൻറ്റ് ചോദിക്കുകയും പറയുകയും ചെയ്യണ്ടേ? എന്ത് മനുഷ്യന്മാരാ? അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മളെ ഹെയർ എന്ന് പറയുന്നത് അവിടെ തേക്കാനുള്ള ഓയിലാണ്. അതാവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പുരട്ടാനുള്ള ഓയിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുമില്ല. ഞാനിട്ട് അത് ഉണ്ടാക്കിയിട്ട് ആർക്കും ഇതുവരെ സെയിൽ ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ അങ്ങനെ ഒരു കാര്യം എന്താ പറയുക, ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കൂടെ അറിയിക്കും. ഇന്ന സ്ഥലത്ത് പുരട്ടാൻ ഇന്ന ഓയിൽ കണ്ടുപിടിച്ചിരിക്കുന്നു, ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പോൾ മാന്യന്മാരായ നല്ല ആൾക്കാർ ഇതൊന്നും കണ്ടൊന്നും വിചാരിക്കരുത്. അല്ലാത്തത് ഞാൻ പറയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും ഇത് ആർക്കുള്ളതാണെന്നുള്ളത്. കാരണം വിളിച്ചോൽക്കും മെസ്സേജ് അയച്ചോൽക്കൊക്കെ അറിയാം, ഓർക്കുള്ളതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നല്ല നല്ല കമൻറ്റ് അഭിപ്രായങ്ങളും പറയുക. ഓക്കെ, അതുവരെയ്ക്കും ബൈ ബൈ.